പാർട്ട് ടൈം ജോബ് ഇൻ ജർമ്മനി. ഇതാണിപ്പോൾ സ്ഥിരം എൻ്റെ DM-ൽ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ടോപ്പിക്കിനെ അനുബന്ധിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർട്ട് ടൈം കിട്ടുമോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് ഇവിടെ പാർട്ട് ടൈം കൊണ്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇവിടെ പാർട്ട് ടൈം കൊണ്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാനിവിടെ പാർട്ട് ടൈം ചെയ്തിട്ടാണ് നിലനിന്ന് പോകുന്നത്. ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ എനിക്ക് പാർട്ട് ടൈം ഇല്ലാതെ വരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നിന്ന് എടുക്കേണ്ടി വരും. അല്ലാത്ത സമയം എനിക്ക് പാർട്ട് ടൈം വെച്ച് തന്നെയാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇവിടെ പാർട്ട് ടൈം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. കാരണം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഇടയ്ക്ക് പാർട്ട് ടൈം ഉണ്ടായില്ല എന്ന്. അത് ശരിയാണ്. ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റായികയൊന്നുമില്ല. ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല പാർട്ട് ടൈം കണ്ടുപിടിക്കുക എന്നുള്ളത്. നമ്മൾ കഷ്ടപ്പെട്ട് ആപ്ലിക്കേഷൻസ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 6 മാസമായി. എൻ്റെ ഇപ്പോൾ 5ാമത്തെ ജോലിയാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ജോലി ഇങ്ങനെ മാറി മാറി കിട്ടുന്നത്. സോ ഇവിടെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ജോലി ഈ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കിട്ടില്ലായിരുന്നു. സോ ഇമ്പോസിബിൾ ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എത്രമാത്രം എഫോർട്ട് ഇട്ട് നമ്മൾ എത്രമാത്രം അന്വേഷിക്കുന്നു അത്രയും ചാൻസ് ജോലി കിട്ടാനുള്ളത് കൂടും. ഞാൻ എൻ്റെ ഒരു സ്മോൾ പാർട്ട് ടൈം ജേണി ഞാനൊരു യൂട്യൂബ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാർട്ട് ടൈം സെനാരിയോനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ ക്ലിയർ ആയി കിട്ടും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്. ബൈ ബൈ.